എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ പ്രതിഫലനമാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന തത്വമാണ് ലോ ഓഫ് അട്രാക്ഷൻ. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുന്നത് നമ്മുടെ ഉള്ളിലെ അവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ മുറുകെ പിടിക്കുന്നത് കൊണ്ടോ ആണ്. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അനന്തമായ ഊർജത്തെ നമ്മുടെ ആഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു രീതിയാണ് വിസ്പർ ടെക്നിക്. ഈ വിദ്യയുടെ പ്രത്യേകത ഇതിൻ്റെ വേഗതയാണ്. വെറും 3 തവണ മാത്രം പറഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ അത് വിട്ടുകളയുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുന്നത് പോലെ 1 മണിക്കൂറിനുള്ളിൽ പോലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ടെക്നിക്കിന് സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എന്താണ് വിസ്പർ ടെക്നിക്? നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചത്തിൻ്റെ കാതുകളിൽ ഒരു രഹസ്യം പോലെ മന്ത്രിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. വീഡിയോയിൽ പറയുന്ന പ്രകാരം ഈ ടെക്നിക്കിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ്. ആദ്യം തന്നെ ഗ്രാറ്റിറ്റ്യൂഡാണ് വേണ്ടത്, നന്ദി പ്രകാശനം. അതായത് ആഗ്രഹം നടക്കുന്നതിന് മുൻപേ തന്നെ അത് ലഭിച്ചതായി കരുതി നന്ദി പറയുക എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം കൃത്യമായ വാക്കുകളിൽ 3 തവണ പറയുക എന്നതാണ് അടുത്ത പ്രവൃത്തി. തെറ്റാതെ നിങ്ങളുടെ ആഗ്രഹം കൃത്യമായ വാക്കുകളിൽ നിങ്ങൾ 3 തവണ ആവർത്തിക്കുക. അതുപോലെ തന്നെ ഒരു സമയം നിശ്ചയിക്കുക. എത്ര സമയത്തിനുള്ളിൽ ആഗ്രഹം സാധിക്കണമെന്ന് പറയുക. ഉദാഹരണത്തിന് 1 മണിക്കൂറിനുള്ളിൽ. അതുപോലെ നിങ്ങൾക്ക് എത്ര ദിവസത്തിനുള്ളിലാണ്, എത്ര മണിക്കൂറിനുള്ളിലാണ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകേണ്ടത് എന്ന് നിങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവണം. ആ ആഗ്രഹം ആയിരിക്കണം നിങ്ങൾ പറയേണ്ടത്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഡിറ്റാച്ച്മെന്റ് ആണ്, മറന്നേക്കുക. നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് പിന്നീട് വേവലാതിപ്പെടാതെ നിങ്ങളുടെ സാധാരണ ജോലികളിൽ ഏർപ്പെടുക. വിവിധ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈ വിദ്യ പ്രയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ പറയുന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സാമ്പത്തിക തടസ്സങ്ങൾ, അതായത് പണം വരാനുള്ള ഒരു വഴിയും മുന്നിൽ കാണാത്ത സമയത്ത് താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് പണം തന്നതിന് എന്ന് 3 തവണ പറയുക. അത് എപ്പോൾ വേണമെന്ന് കൂടി നിങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്ക് എനിക്ക് പണം തന്നതിന് നന്ദി, അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അടുത്തതായി നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അതായത് ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായതിന് നന്ദി എന്ന് 3 തവണ നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കുക. അടുത്തതായി നിങ്ങളുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ പരീക്ഷ നന്നായി എഴുതിയതിന് നന്ദി എന്ന് 3 തവണ പറഞ്ഞ് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നതാണ്. കൃതജ്ഞതയുടെ ശക്തി. നമുക്ക് ലഭിക്കാനുള്ള കാര്യത്തിന് മുൻകൂട്ടി നന്ദി പറയുമ്പോൾ നാം പ്രപഞ്ചത്തിന് നൽകുന്ന സന്ദേശം എനിക്ക് ഇതിനകം തന്നെ ഇത് ലഭിച്ചു കഴിഞ്ഞു എന്നതാണ്.
ഈ പോസിറ്റീവ് വൈബ്രേഷൻ സമാനമായ ഊർജത്തെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ കൃതജ്ഞത, നന്ദി രേഖപ്പെടുത്തുമ്പോൾ ആ പ്രവൃത്തി ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകാൻ പോകുന്നു എന്നതാണ്. ഇനി അടുത്തതായി വിഷ്വലൈസേഷൻ ആണ്. അതായത് വാക്കുകൾ പറയുന്നതിനോടൊപ്പം ആ ആഗ്രഹം നടന്നതായി മനക്കണ്ണിൽ കാണണം. ഉദാഹരണത്തിന്, ജോലി ലഭിച്ചതായി സങ്കല്പിക്കുമ്പോൾ ആ നിയമന ഉത്തരവ് കയ്യിലിരിക്കുന്നത് പോലെയും നിങ്ങളുടെ സന്തോഷവും നിങ്ങൾ ഈ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് അനുഭവിക്കണം. അത് നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ മനസ്സിലും പ്രതിഫലിക്കണം. ഇനി അടുത്തതായി നിങ്ങൾ ചെയ്യേണ്ടത് സംശയം ഒഴിവാക്കുക എന്നാണ്. അവോയ്ഡ് റെസിസ്റ്റൻസ്. അതായത് പണം എവിടെ നിന്ന് വരും, 1 മണിക്കൂറിനുള്ളിൽ ഇത് നടക്കുമോ എന്നിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്താഗതികൾ ഈ ടെക്നിക്കിന്റെ ഫലം ഇല്ലാതാക്കും. അവിശ്വാസം പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കാതെ പ്രപഞ്ചത്തിൽ മാത്രം വിശ്വസിക്കുക. ഇനി അടുത്തതായി നിങ്ങളുടെ ടൈമിംഗ്, സമയക്രമം എങ്ങനെയാണെന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ കാര്യം നടന്നില്ല എന്ന് വരാം. അപ്പോൾ നിരാശപ്പെടരുത്. അത് ഉടൻ തന്നെ സംഭവിക്കും എന്ന് ഉറച്ച വിശ്വാസത്തിൽ നിങ്ങൾ തുടരണം. പ്രപഞ്ചത്തിന്റെ സമയം നമ്മുടെ സമയത്തേക്കാൾ കൃത്യമാണ്. വിശ്വാസമാണ് എന്തിൻ്റെയും അടിസ്ഥാനം. 100% ഫലം നൽകുന്ന ഈ വിദ്യ നിരവധി ആളുകൾ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇതിൽ പ്രധാനം നിങ്ങളുടെ ആത്മാർത്ഥതയും വിശ്വാസവുമാണ്. ഒരു കാര്യത്തിന് വേണ്ടി അമിതമായി ആകുലപ്പെടാതെ അത് പ്രപഞ്ചത്തെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പരിഭ്രമിക്കുന്നതിന് പകരം ശാന്തമായി ഈ വിസ്പർ ടെക്നിക് ഒന്ന് ചെയ്തു നോക്കുക, ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. പ്രപഞ്ചം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കഷ്ടതകൾക്കും ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം തീർച്ചയായും ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ കാര്യങ്ങൾക്കും ഓരോ നിമിത്തമുണ്ട് എന്നത് നിങ്ങൾ ഓർക്കുക. ഒരു കാരണവുമില്ലാതെ യാതൊരു കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. എല്ലാം നല്ലതിനു മാത്രമാണ്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ ഒരു ടെക്നിക്, ഈ ഒരു വിസ്പർ ടെക്നിക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾക്ക് ഫലം ലഭിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവം ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലെ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമ്പത്തും വന്നു നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.